ഇതാണ് എൻ്റെ മുടിയുടെ അവസ്ഥ. ഇത് ഒരു നേരം നമ്മൾ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന എമൗണ്ട് ഓഫ് ഹെയർ ആണ്, അല്ലാതെ ഒരു ദിവസത്തെ ഹെയർ അല്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് സ്ത്രീകളോടാണ്. അതായത് വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ വെയിൽ കൊണ്ടാൽ മതി എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനിൽ പറയുന്നത് കണ്ടു. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ 2ഉം 3ഉം 4ഉം ഒക്കെ ലെവൽ ഓഫ് വൈറ്റമിൻ ഡി വെച്ചിട്ട് നിങ്ങൾ വെയിൽ കൊണ്ടിട്ട് ഒരു കാര്യമില്ല. അതിന് പ്രോപ്പറായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് എടുത്തേ മതിയാവും. അതുകൊണ്ട് തന്നെ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഒഴിവാക്കി വിടേണ്ട ഒരു കാര്യമല്ല. അത് നമ്മളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ബാധിക്കും. എനിക്കുണ്ടായ കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്കുണ്ടായ സിംറ്റംസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ എക്സ്ട്രീം ആയിട്ടുള്ള ഹെയർ ഫോൾ, മൂഡ് സ്വിങ്സ്, ഡിപ്രഷൻ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു സിംറ്റം എന്താണെന്ന് വെച്ചാൽ ഉറക്കമില്ലായ്മ. നമുക്ക് രാത്രി ഉറക്കമേ ഉണ്ടാവില്ല. രാത്രി 2 മണിക്കും 3 മണിക്കൊക്കെ വെറുതെ ഇങ്ങനെ കണ്ണു തുറന്നിരിക്കുകയായിരിക്കും. ഇന്ത്യയിൽ തന്നെ 80 മുതൽ 90% സ്ത്രീകളിൽ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ ഇഷ്യൂ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അതിൽ എത്ര ശതമാനം ആളുകൾ ഡോക്ടറെ നേരിട്ട് പോയി കൺസൾട്ട് ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര കുറവായിരിക്കും. എൻ്റെ വൈറ്റമിൻ ഡി ലെവൽ എന്ന് പറയുന്നത് 5.1 ആയിരുന്നു. ഞാനിപ്പോൾ ഒരു 2 months ആയിട്ട് സപ്ലിമെൻറ്റ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് അത് അവസാനിക്കും. ഇന്ന് എനിക്ക് ചെക്ക് ചെയ്യണം അത് കൂടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സിംറ്റംസ് വരുന്ന സമയത്ത് അത് വെച്ചുകൊണ്ടിരിക്കാതെ തക്കതായിട്ടുള്ള സമയത്ത് ഡോക്ടറെ കാണുക, പ്രോപ്പറായിട്ടുള്ള മെഡിസിൻസും സപ്ലിമെൻറ്റ്സും ഒക്കെ എടുക്കുക.